ഇന്ന് ഞായറാഴ്ച വൈകുന്നേരം കുട്ടികളെല്ലാം കൂടെ പറഞ്ഞു വൈഫിൻ്റെ വീട് കുമരകമാണ്, നമുക്ക് കുമരകം പോയേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ താഴത്തങ്ങാടി വന്നു. അന്നേരം നല്ല വെള്ളമാണ് ആറ്റിൽ. താഴത്തങ്ങാടി ആറ് നിറഞ്ഞൊഴുകയാണ്. റോഡിലോട്ടൊക്കെ വെള്ളം കയറാൻ ഒരുങ്ങുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഒരുങ്ങി. നല്ല കാഴ്ചയാണ് താഴത്തങ്ങാടിയിൽ. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ വീടിൻ്റെ അയലോകത്തുള്ള മനോജ് അവിടെ മീൻ പിടിക്കുന്നു. അവരുടെ കൂടെ, മനോജിൻ്റെ കൂടെ സ്വല്പ സമയം ചിലവഴിച്ചു. അതിനുശേഷം വീണ്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ കുമരകത്തേക്ക് പോവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി വഴിയിലെല്ലാം വെള്ളമായിരിക്കും, കാരണം ഇന്നാണ് ഡാം തുറക്കുന്നത്. ഡാം തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെയൊക്കെ ഇത്രയും വെള്ളമാകുമ്പം ഡാം തുറന്നു കഴിയുമ്പോൾ ഇത് ഇല്ലിക്ക കവലയാണ്. കവലയിലും എല്ലാം വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പം ഇന്ന് നല്ല തെളിവായതുകൊണ്ട് സ്വല്പം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം മുന്നോട്ടുള്ള യാത്രയിൽ വെള്ളം കാണുമെന്നുള്ള ഉറപ്പാണ്. വഴിയിൽ നമ്മൾ ചെങ്ങളത്തോട്ടൊക്കെ പോകുന്ന വഴിയിലെല്ലാം വെള്ളമായി. അപ്പം ഇന്നാണ് മുല്ലപ്പെരിയാർ ഡാമൊക്കെ ഇന്നാണ് തുറക്കുന്നത്. ചെറിയ ഡാമുകളൊക്കെ ഒന്ന് രണ്ടെണ്ണമൊക്കെ തുറന്നിട്ടുണ്ട്. നമ്മുടെ പാലാ വഴിയൊക്കെ, മീനച്ചിലാറ് വഴി നല്ല വെള്ളം വരവായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ. അതിൻ്റെയാണ് ഈ കാണുന്നത്. അപ്പം ചെങ്ങളത്ത് എല്ലാ വഴിയിലെല്ലാം വെള്ളമായിട്ടുണ്ട്. SNDPയുടെ അവിടെ തൊട്ട് വെള്ളമാണ്. അവിടുന്ന് കുമരകം റോഡുകളിലെല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെള്ളം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ സൈഡിലുള്ള വീടുകളെല്ലാം, മിക്ക വീടുകളുടെയും മുറ്റം നിറച്ചും വെള്ളമായി കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ കുമരകത്തോട്ട് അടുക്കും തോറും വെള്ളം കൂടുതൽ റോഡിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുമരകം ജംഗ്ഷന് തൊട്ട് സമീപത്തെ പെട്രോൾ പമ്പിൻ്റെ അവിടെ മൊത്തം വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ ആറ്റമംഗലം പള്ളിയുടെ സമീപത്ത് അവിടെ എല്ലാം വഴിയിലെല്ലാം വെള്ളമായി. റോഡിൻ്റെ ഇരുവശവും ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം തുപ്പ നിൽക്കുകയാണ്. നല്ല വെള്ളം വരവാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിലെ വന്നപ്പം വഴിയിലൊക്കെ ചില സ്ഥലങ്ങളിൽ വെള്ളം കയറിയായിരുന്നു. പക്ഷേ ഇപ്പം കൂടുതലായിട്ട് വെള്ളത്തിൻ്റെ സൈഡിലെല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുമരകം ചന്തക്കവല അടുത്തു. ഇതാണ് കോണത്താറ്റ് പാലം. പണിതിട്ടും പണി തീരാതെ കിടക്കുകയാണ്. അവിടുന്ന് വൺ വേ റോഡ് വഴിയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കുമരകത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വൈഫിൻ്റെ വീടിൻ്റെ അടുത്ത് എത്താറായിരിക്കുകയാണ്. SLB സ്കൂളിൻ്റെ സമീപത്താണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ എത്തിയ കാഴ്ചയാണ്.